ഡേയ് ഡേയ് ഹലോ. ഹലോയോ അല്ല കിലോയോ അല്ല, എന്തോന്നാടാ ഇത്? ഏയ്, എപ്പോഴാ നീ വന്ന് അടുത്ത് കിടന്നേ? ഞാൻ രാത്രി വന്ന് കിടന്നല്ലോ. രാത്രിയിലോ? അത് പേടിയായതുകൊണ്ടാ. അതാ. ഓ, അമ്മ. അനിയ, ഈ പെൺകുട്ടി ഏതാ? അറിയില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ചെറുക്കൻ ഏതാ? അറിയില്ല. കളിക്കുകയാണോ? ഉം. ഒരു പായ് കിടന്നുറങ്ങിയിട്ട്, അത് ഒരു പുതപ്പിനടിയിൽ ചുരുണ്ട കൂടി കിടന്നിട്ട്, അത് ഒരു രാത്രി മുഴുവനും കിടന്നുറങ്ങിയിട്ട് അറിയില്ലാന്നോ? കണ്ടോണ്ട് വന്ന് ചോദിച്ചാ പറയാണ് എനിക്കറിയില്ല എന്ന്. ഞാൻ എന്താ വെറും കഴുതയാണെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. കഴുതിക്കൊക്കെ എല്ലാം അറിയാം. അപ്പൊ എനിക്കൊന്നും അറിയില്ലെന്നാണോ? കഴുതിക്കൊന്നും അറിയില്ലാന്ന് പറഞ്ഞു. വീണ്ടും കുഴപ്പിക്കുക. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ ആരാ? എന്റെ കുടിലിൽ എന്തിനാ വന്ന് കേറിയത്? അറിയില്ല ചേട്ടാ. വീണ്ടും എന്നെ കുഴപ്പിക്കുകയാണല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ വട്ടനാക്കുന്നേ? അയ്യോ, സോറി ചേട്ടാ. ഉറക്കത്തിന്റെ ഒരു മൂഡിൽ ഞാൻ അങ്ങനെ ഒന്നും അറിയാതെ പറഞ്ഞു പോയതാ. ഞങ്ങൾ രണ്ടുപേരും കൂടി കോടനാട്ടേക്ക് പോവായിരുന്നു. രാത്രി ആയതുകൊണ്ട് നേരം വൈകിപ്പോയി. അതാ കിടന്ന് ഉറങ്ങിയിട്ട് പോകാന്ന് കരുതി ഇവിടെ കിടന്നുറങ്ങിയത്. അല്ല, നിങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല ഇല്ല. ചേട്ടാ. ഒരേ പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് അതെന്തിനാ ചേട്ടാ ചോദിച്ചത്? രാത്രി കിടന്നപ്പോ ഞാൻ തനിച്ചാ കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ദേ ഈ പിശാചു എന്റെ കൂടെ കിടക്കുന്നു. പിശാചാ? ഞാൻ നോക്കിയിട്ട് പിശാചിനെ പോലെ തോന്നുന്നില്ല. ചേട്ടന്റെ കണ്ണിൽ പിശാചിനെ ഒന്നും കാണില്ല. ഞാൻ പിശാചോ? ആ പിന്നെ ഒരു പിശാച് വേറൊരു പിശാചിന്റെ കൂടെ കിടക്കൂ. എന്റെ പൊന്നു ദൈവമേ, രണ്ടും പിശാചാ. ഈ വീട്ടിനുള്ളിൽ പിശാചുകളുടെ താമസം തുടങ്ങിയല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ഇട്ട് കുഴപ്പിക്കുകയാണല്ലോ. ഒന്നും പേടിക്കണ്ട, ഞങ്ങളിതാ പോയി. വാ പോ. വാ പോം. എന്തോന്ന് എഴുന്നേറ്റപ്പോ തന്നെ പോവാനോ? എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചാലേ ഫ്രഷ് ആവൂ. ഇപ്പൊ നിനക്ക് കുളിക്കണം അല്ലേ? ആ, ഉം. ഉം. വാ എങ്ങോട്ട്? പോ. ഏയ്, ഏയ്. ആട്ടെ, കുളിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നേ? ഞങ്ങളുടെ നാട്ടിലെ ഇതിലാ കുളിക്കുന്നത്. ഈ തോർത്തെടുത്തിട്ട് പോയി കുളിക്കാൻ നോക്ക്. തോർത്തോ? അതെ. തോർത്തൊന്നും എനിക്ക് സെറ്റാവില്ല. എനിക്ക് ബാത്തബിൽ കുളിച്ചേ ശീലമുള്ളൂ. അതും തുണിയൊന്നും ഇല്ലാതെ. തുണിയില്ലാതെയോ? ആ, ഒന്നുമില്ലാതെയോ? ഓ, ഈ നാട്ടിലെ പെമ്പിള്ളാരെ എങ്ങനെ കേട്ടാ നിന്റെ കാര്യം പോക്കാ. മര്യാദക്ക് തോർത്തെടുത്ത് ഇറങ്ങാൻ നോക്ക്. എനിക്ക് തോർത്തെടുത്ത് കുളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഉടുക്കാൻ അറിയില്ലേ? എടുക്ക. ഞാൻ എടുത്തുതരാം. പാന്റ് അടിക്ക്. ഹേയ്, 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 അഴിക്ക്. സുമാരി, അമ്മേ! കൈയ്യെടു. കൈയ്യെടുക്ക. ഹേയ്, എടുക്ക. ഹേയ്, വാ. ശ്ശെ, വാന്ന്. വിട് എന്നെ. വാ, വെള്ളത്തിലിറങ്ങ. ഹേയ്, വലിക്കല്ലേ. ഹേയ്, ഇറങ്ങി ഓ, വാ. തണുപ്പ്, തണുപ്പ്, തണുപ്പ്. അയ്യോ, ഔ. ആ, തണുക്കുന്നത്. എന്താ ഇത്? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? മൂക്കില് പിടി. ഏ? മൂക്കില് പിടി. മുങ്ങ്. എങ്ങനെ? ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മുങ്ങണം. മുങ്ങ്. ഒന്നുകൂടെ അങ്ങനെ മുങ്ങ. എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? തോർത്ത് വെള്ളത്തിൽ ഒലിച്ചു പോയി. നിന്നെ കൊണ്ട് തോറ്റു. നീ ഒരാണാണോ? നിനക്ക് ഉടുക്കാനും അറിയില്ല, ഉടുത്ത് തന്നത് സൂക്ഷിക്കാനും അറിയില്ല. നീ മര്യാദയ്ക്ക് ഉടുപ്പിക്കാത്തോണ്ടല്ലേ? ഞാൻ മര്യാദയ്ക്കാ ഉടുപ്പിച്ചത്. ശരി, ഇനിയിപ്പോ അതെല്ലാം കള. ഞാൻ നീ എങ്ങനെ കരക്കേറുന്നേ? ഞാൻ കണ്ണടച്ച് നിക്കാം. നീ കരയിൽ പോയി പാന്റ് എടുത്തിട്ടോ. അതൊന്നും ശരിയാവില്ല. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ കരക്ക് കയറി അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് കണ്ണു പൊത്തിക്കോ. ഞാൻ വന്ന് ഡ്രസ്സ് മാറിക്കോളാം. ആ, ശരി. പോ പോ. തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇല്ല, തിരിഞ്ഞു സ്പീഡിൽ നോക്കില്ല. പോ. തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കല്ലേ. ഇല്ലെന്ന്. ഞാൻ എങ്ങനെയാണോ ജനിച്ചത് അതുപോലെ വന്നോണ്ടിരിക്കുക. നിന്നെ നിന്നോട് തിരിഞ്ഞു നോക്കലെന്ന് പറഞ്ഞല്ലേ ഞാൻ? എന്തിനാണ് തിരിഞ്ഞു നോക്കിയേ? ഞാൻ
നിന്നെ അല്ല നോക്കിയത്. ആന വിളിച്ചപ്പോ പേടിച്ച് തിരിഞ്ഞതാ. നീ എന്നെ തന്നെ നോക്കിയേ. അതെ, നോക്കി. അതിനിപ്പോ എന്താ? ഛെ, പൊടി. ആ, അയ്യോ വക്കലുണ്ടി നിക്ക്. എന്താ? ആ കുടിൽ വെച്ച് ഡ്രസ്സൊക്കെ മാറ്റിയില്ലേ, ആ. അവിടെ എന്റെ ബാഗ് മറന്നു വെച്ചിട്ട് വന്നു. അത് ശരിയാണല്ലോ. നീ പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തെ. എന്റെ ഭാഗം മറന്നുപോയി. വാ പോയി എടുത്തിട്ട് വരാം. വേണ്ടേ, പിന്നെ പുഴയിൽ തോർത്തു പോകും. നിനക്ക് പിന്നെ ആന വരും. എനിക്ക് വേണ്ട മോളെ. എനിക്ക് ബാഗ് പോയാലും കുഴപ്പമില്ല, നീ വാ. എടാ മുള്ളമ്പന്തിത്തലയാ, യെസ് ബോസ്. വേഗം ഇറങ്ങ്. യെസ് ബോസ്. അല്ലടോ, താൻ ഇറക്കി വിട്ട ഈ സ്ഥലത്ത് തന്നെയല്ലേ? ഇതേ സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടത്. ഡാ, ഈ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചു. Yes, boss. അതുകൊണ്ട് ഏത് ഭാഗത്തേക്ക് പോയേ? അതോ ആ മലയുടെ ഭാഗത്താ ആ, പോയത്. അത് നോട്ട് ചെയ്തോ. യെസ് ബോസ്. ശരി, പിന്നെ കാണാം. സാർ ഏ? കാശ് നീ അവന്റെ കയ്യിന്ന് കാശ് വാങ്ങിച്ചോ? ഇല്ല. പിന്നെന്തിനാ ഞാൻ തരുന്നേ? ആ. എന്നെ മൂഡ് ഓഫ് ആക്കരുത് പറഞ്ഞേക്കാം. എൻ്റെ അമ്മേ. എന്താ നീ അവിടെ നിന്നേ? ദാ എത്തി എന്ന് പറഞ്ഞ് ഇത്രയും ദൂരം എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. ഇനി ഒരടി നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ആപ്പീസ് പൂട്ടി. നടക്കാൻ പറ്റുന്നില്ലേ? ഉം. ഇപ്പൊ നോക്കിക്കോ. ഏ? 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 എന്റെ അമ്മോ, എന്ത് weight ആ ഇത്. എൻ്റെ അമ്മേ. എനിക്ക് നിന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല. നോക്ക്, ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. ഇത് ഭയങ്കര വലിയ കാടാ. ആ? ഇവിടെ ആന വരും, പുലി വരും, സിംഹം വരും, ചില സമയം പ്രേതം കൂടി വരും. പ്രേതോ? ആ, എവിടെ പോയി?